നമസ്കാരം. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകി ഗവർണർ. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കരുത് എന്ന മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി നൽകുമ്പോഴാണ് ഗവർണർ RV ആർലേക്കർ മന്ത്രി വി ശിവൻകുട്ടിക്ക് രേഖാമൂലം ആപ്പ് വെച്ചിരിക്കുന്നത്. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല എന്ന് ഗവർണർ കത്തിൽ പറയുന്നു. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നും കത്തിൽ വ്യക്തമാക്കി. ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണ്, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ നിന്നുയർന്ന പ്രതീകമാണിത് എന്നും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമെന്നും ഗവർണർ കത്തിൽ പറഞ്ഞു. പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. ഭാരതാംബ വിവാദവുമായി ഇതിനെ കൂട്ടിക്കുഴച്ചാലും പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് ഗവർണർ പറയുന്ന മന്ത്രിയെ ഇനിയും തുടരാൻ അനുവദിക്കുന്നത് സർക്കാരിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയരാൻ വഴിയൊരുക്കും. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നത് ശരിയല്ല. ഇനിയുള്ള പരിപാടികളിൽ ഇത് ഒഴിവാക്കണം. ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടേത് പാടില്ല. ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിലുള്ള സർക്കാരിന്റെ പ്രതിഷേധം അറിയിക്കുന്നത് എന്നും കത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ഗവർണറെ എതിർപ്പറിയിക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയാണുണ്ടായത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാരദാന ചടങ്ങിൽ ഭാരതാംബ ചിത്രമുള്ളതിനാൽ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോരുകയായിരുന്നു. ബുധനാഴ്ച ഗവർണർ പങ്കെടുത്ത കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സംഘർഷവുമുണ്ടായി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയുടെ ഭാഗമായി കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി ഇറങ്ങിപ്പോയത്. രാജ്ഭവനിലെ പരിപാടിക്ക് മന്ത്രി എത്തിയത് ഏറെ വൈകിയാണ്. ഗവർണർ കൂടി പങ്കെടുത്ത പരിപാടി പൂർത്തിയാകും മുൻപ് ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഇത് രണ്ടും തന്നെ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്നാണ് രാജ്ഭവന് കിട്ടിയ നിയമോപദേശം. ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരായുള്ള മന്ത്രിയുടെ പ്രസംഗം നേരത്തെ എഴുതി തയ്യാറാക്കിയതായിരുന്നു. പ്രതിഷേധത്തിന് തയ്യാറായി വന്നതിന്റെ തെളിവായി ഇതിനെ രാജ്ഭവൻ കാണുന്നു. മന്ത്രിയുടെ ചെയ്തികൾ ധിക്കാരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനിടെ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും ഗവർണർക്കെതിരെ SFI ബാനർ ഉയർത്തി. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലും നേരത്തെ തന്നെ ഗവർണർക്കെതിരെ ബാനറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല VC ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. അതേസമയം അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഗുജറാത്ത് കലാപവും മുഗൾ ഭരണവും പഠിപ്പിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. RSSന്റെ നിരോധനവും ഗാന്ധിവധവും പഠിപ്പിക്കണം. ഗവർണറുടെ അധികാരം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള സർക്കാർ തീരുമാനം പുറത്തു വന്നപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഗവർണർ പറഞ്ഞതിനോടാണ് മന്ത്രിയുടെ പ്രതികരണം. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും അടിയന്തരാവസ്ഥ എന്നിവ പാഠഭാഗമാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു.